ഹായ് സുന്ദരീസ്, എൻ്റെ പേര് അശ്വതി. എല്ലാവർക്കും അസ്വി മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ക്രാഫ്റ്റാണ് ചെയ്യാൻ പോണത്. ആൻഡ് ഈ ക്രാഫ്റ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വീട്ടിൽ ആവശ്യമില്ലാണ്ട് കളയുന്ന ഒരു സംഗതികൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ക്രാഫ്റ്റ് ചെയ്യുന്നത്. നമ്മളൊരു ഓർഗനൈസറാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ ഒട്ടും കാശെലവില്ലാണ്ട് ചെയ്തെടുക്കാൻ സാധിക്കും. സോ അതിനായിട്ട് നമുക്ക് വേണ്ടത് സിറിയൽ ബോക്സസ് ആണ്. അതായത് നമ്മൾ ഈ കോൺഫ്ലെക്സ് ഒക്കെ എടുക്കില്ലേ, അത് കഴിക്കാൻ മേടിക്കാറില്ലേ നമ്മൾ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഉള്ള ബോക്സ് കളയണ്ട. അപ്പോൾ അതിങ്ങനെ എടുത്ത് വയ്ക്കുക. ഒരു 3 എണ്ണം ആയി കഴിയുമ്പോൾ നമുക്ക് ഈ ക്രാഫ്റ്റ് ചെയ്യാം കേട്ടോ. അതിനുശേഷം ഗ്ലൂ ഗൺ വേണം. എനിക്കറിയാം എല്ലാവരുടെ കയ്യിലും ഗ്ലൂ ഗൺ ഉണ്ടാവില്ല എന്നുള്ളത്. അങ്ങനെയാകുമ്പോൾ ഫെവിക്കോൾ എടുത്താലും മതി. പിന്നെ പെൻ, സ്കെയിൽ, സിസേഴ്സ്, അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ എടുക്കുക. നമുക്ക് വരയ്ക്കാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്ലൂ വേണം. ഇനിയിപ്പോൾ ഗ്ലൂ ഗൺ ഉണ്ടെങ്കിലും ഒരു ഫെവിക്കോൾ ഉള്ളതും നല്ലതാണ്. രണ്ടും ഉപയോഗിക്കാം നമുക്കിതിൽ. പിന്നെ ഇനി ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളത് എന്താണോ ഉള്ളത് അതെടുക്കാം. ഞാനിവിടെ സ്പ്രേ പെയിൻറ്റും കുറച്ച് റിബണും അങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം തന്നെ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കോൺഫ്ലെക്സിൻ്റെ ബോക്സ് ഉണ്ടല്ലോ, അതിൻ്റെ മേളിൽ ഫ്ലിപ്സ് ഉണ്ടാവും, ഇതേപോലെ ഈ മടക്കി വെച്ചിരിക്കുന്നത്. അത് 4ഉം കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ ഈ 3 ബോക്സിൻ്റെയും കട്ട് ചെയ്ത് മാറ്റണം. ഓക്കെ, അങ്ങനെ കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നിൻ്റെ മേളിൽ ഒന്നായിട്ട് ഒട്ടിച്ച് വെക്കുക. ഞാനിവിടെ ഗ്ലൂ ഗണ്ണാണ് ഉപയോഗിക്കുന്നത്, കുറച്ചുകൂടി എളുപ്പമാണ് ഒട്ടാനായിട്ട്. സോ ഞാൻ ഈ ലാസ്റ്റ് വൺ ഒട്ടിക്കുന്നത് കുറച്ച് ഞാൻ വെട്ടി മാറ്റിയതാണ്. ഞാൻ വേറൊരു ക്രാഫ്റ്റിന് വേണ്ടി വെട്ടി മാറ്റിയതാണ്. ഇങ്ങനെ വെട്ടി മാറ്റണം എന്നില്ല കേട്ടോ. ജസ്റ്റ് സാധാരണ കോൺഫ്ലെക്സ് ബോക്സ് തന്നെ മതി. അതൊന്നിൻ്റെ മേളിൽ ഒന്ന് ഒട്ടിക്കുക. ഇനി എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ട്രെയിറ്റ് ആയിട്ട് ഇതേപോലെ ഒരു വര കൊടുക്കുക. ഞാൻ വരച്ചില്ലേ, അതേപോലെ സൈഡിലും ഇതേപോലെ ചെരിച്ചിട്ട് വര കൊടുക്കുക. ഇനി നമുക്ക് ഫ്രണ്ടിൽ നമുക്ക് കുറച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഓരോ സെൻറ്റിമീറ്റർ മെഷർമെൻറ്റ് വരച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ബബിൾസ് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഭയങ്കര സിമ്പിളാണ്. ഈ സൈഡിൽ നമ്മൾ വെട്ടിക്കൊടുക്കുക. നമ്മൾ വരയ്ക്കുമ്പോൾ എന്താ ചെയ്തിരിക്കണമെന്ന് വെച്ചാൽ, ഒരറ്റത്തിൻ്റെ കോർണറിൽ നിന്ന് തുടങ്ങിയിട്ട് മറ്റേ അറ്റത്തു നിന്നാണ് വരച്ചു കൊടുത്തിരിക്കുന്നത്. ഇതെന്താ ഇങ്ങനെ ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിങ്ങനെ പടിപടിയായിട്ട്, അതായത് മുകളിൽ കൂടുതൽ ഹൈറ്റ് വേണം, ഹൈറ്റ് കുറഞ്ഞ് കുറഞ്ഞ് വരണം. അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഓർഗനൈസർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വരച്ചു കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഫ്രണ്ടിൽ മാത്രം ഈ ബബിൾ പോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. കുറച്ച് സമയം എടുക്കും ഇതേപോലെ വെട്ടിയെടുക്കാൻ. അങ്ങനെ ബുദ്ധിമുട്ട് ഉണ്ടെന്ന് തോന്നണമെങ്കിൽ നേരെ തന്നെ വെട്ടി കൊടുത്താലും മതി. ഇതേപോലെ ബബിൾ ചെയ്യണമെന്നില്ല. സോ ഞാനിത് കംപ്ലീറ്റ്ലി വെട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ട്രെയിറ്റ് ആയിട്ട് ഇപ്പോൾ ഈ 3 എണ്ണത്തിൻ്റെ നേരെ കാണുമ്പോൾ ഒരു തട പോലെയില്ലേ, അവിടെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വെട്ടി കൊടുക്കുക. ഇവിടെയും വേണമെങ്കിൽ നമുക്ക് ബബിൾ വരച്ചു കൊടുക്കാം. അത് നമ്മുടെ ഇഷ്ടമാണ്. പക്ഷേ ഇവിടെ ബബിൾ വരച്ചു കൊടുത്താൽ കട്ട് ചെയ്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം 2 കാർഡ്ബോർഡ് ഒരുമിച്ചല്ലേ ഉള്ളത്. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. സോ ഇങ്ങനെയാണ് ഉള്ളത്. ഇപ്പോൾ നമ്മുടെ ഓർഗനൈസർ ഇപ്പോൾ റെഡിയാണ്. സത്യം പറഞ്ഞാൽ ഭയങ്കര സിമ്പിൾ. ഇതിന് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഡെക്കറേറ്റ് ചെയ്യാൻ ഏറ്റവും സിമ്പിളായിട്ടുള്ള വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ പ്രസൻറ്റേഷൻ പേപ്പർ ഇല്ലേ, അത് ഒട്ടിച്ചാൽ മതിയാവും. ഇനി അതല്ലെങ്കിൽ ഞാനിവിടെ ജസ്റ്റ് ഡിഫറെൻ്റ് ആയിട്ട് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന് ഞാൻ കംപ്ലീറ്റ്ലി സ്പ്രേ പെയിൻറ്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. സ്പ്രേ പെയിൻറ്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്യുക ഇത് ഉണങ്ങാൻ വേണ്ടിയിട്ട്. എൻ്റെ കയ്യിൽ സ്പ്രേ പെയിൻറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ ചെയ്തു എന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ല, ഇതിന് വേണ്ടിയിട്ട് സ്പ്രേ പെയിൻറ്റ് മേടിക്കണം എന്നൊന്നുമില്ല. ജസ്റ്റ് പ്രസൻറ്റേഷൻ പേപ്പർ വെച്ചിട്ട് പൊതിഞ്ഞാലും മതി. അപ്പോഴും കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇനി ഞാൻ സ്പ്രേ പെയിൻറ്റ് കംപ്ലീറ്റ്ലി ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. അതിനുശേഷം ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കയ്യിലുള്ള പഴയ മാഗസീൻ, നല്ല കളർഫുൾ ആയിട്ടുള്ള മാഗസീൻ ഉണ്ടല്ലോ, അതിൽ നിന്ന് ജസ്റ്റ് ട്രയാങ്കുലർ ഷേപ്പിൽ കുറച്ച് ഇത് വെട്ടിയെടുക്കുകയാണ്. അതിനായിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈക്വൽ ഡിസ്റ്റൻസിൽ ഉള്ള ട്രയാങ്കിൾ വെട്ടിയെടുക്കുകയാണ്. അത് നമ്മുടെ ഇഷ്ടപ്രകാരം നമുക്ക് വലിപ്പത്തിനനുസരിച്ച് നമുക്ക് വെട്ടിയെടുക്കാം. ഞാൻ ആദ്യം തന്നെ ഒരു എനിക്ക് ഇഷ്ടമുള്ള രീതിയിലൊരു ട്രയാങ്കിൾ വെട്ടിയെടുത്തിട്ടുണ്ട്. എനിക്ക് ഇഷ്ടമുള്ള മെഷർമെൻറ്റിൽ ഒരു ചെറിയൊരു ട്രയാങ്കിൾ വെട്ടിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഞാൻ മെഷർമെൻ്റ് ആക്കി വെച്ചിട്ട് ഞാൻ ഇതേപോലെ കുറേ അധികം ട്രയാങ്കിൾ വെട്ടിയെടുക്കാൻ പോവാണ്. ഞാൻ പിന്നെയും പറയുകയാണ്, ഇങ്ങനെയൊന്നും മെനക്കെടണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. എനിക്ക് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്യണമെന്ന് തോന്നി. പിന്നെ ഇത് ഞാൻ കുറച്ചധികം നാൾ മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എനിക്ക് ഇഷ്ടംപോലെ സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്തിരിക്കും. അപ്പോൾ ഇങ്ങനെ കുഞ്ഞു 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 ട്രയാങ്കിൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മളിനി ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇനി നമ്മളിത് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇത് ഒന്ന് അപ്സൈഡ് ഡൗൺ ആയിട്ട് ഒരെണ്ണം നേരെ വെക്കും, അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് ചെരിച്ച് വെക്കും, അങ്ങനെ വെച്ചിട്ട് ഒട്ടിക്കുകയാണ്. ഞാൻ ആദ്യമേ തന്നെ ഒന്ന് വെച്ച് നോക്കിയിട്ട് എനിക്ക് ഭംഗിയായിട്ട് തോന്നിയതിന് ശേഷമാണ് ഞാൻ അതേപോലെ ഒട്ടിച്ചു കൊടുക്കുന്നത്. സോ ഇങ്ങനെ നമുക്ക് നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച്, നമ്മുടെ ഇഷ്ടത്തിനും നമ്മുടെ അവൈലബിലിറ്റിക്ക് അനുസരിച്ചും ഇങ്ങനെ ചെയ്തു കൊടുക്കാം.
പിന്നെ ഇത് ഉണ്ടല്ലോ, ഈ പേപ്പർ വർക്ക് നമുക്ക് ഇതിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, നമുക്ക് നല്ല ഭംഗിയുള്ള പുസ്തകമുണ്ട്, അതിന് പുസ്തകത്തിന് കവർ ഉണ്ടാക്കുകയാണെങ്കിൽ പുസ്തകത്തിൻ്റെ മീതെ ഇതേപോലെ ഒരു പ്ലെയിൻ കവർ കൊണ്ട് പൊതിഞ്ഞിട്ട് അതിൻ്റെ മീതെ ഇങ്ങനെ ചുമ്മാ മാഗസീൻ ഇത് വെട്ടി കൊടുത്തിട്ട് അതിൻ്റെ മീതെ ഒട്ടിക്കാം. അപ്പോൾ ഈ മാഗസീൻ ആർട്ട് നമുക്ക് എന്തിൽ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അത് ഇതിൽ തന്നെ വേണമെന്നില്ല, പ്ലെയിൻ ആയിട്ടുള്ള എന്തിൻ്റെ മീതെയും നമ്മൾ കളർഫുൾ ആയിട്ടുള്ള ഇതേപോലെ ട്രയാങ്കിൾസ് വെട്ടിയെടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയാണ്. ഇപ്പോൾ കണ്ടില്ലേ, നല്ലൊരു ഡിഫറെൻറ്റ് ലുക്കില്ലേ കാണാനായിട്ട്. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തു എന്നേ ഉള്ളൂ. കുറച്ച് സമയം എടുക്കും, പക്ഷേ നല്ല രസമാണ് കാണാൻ. അപ്പോൾ വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ എസ്പെഷ്യലി വെക്കേഷൻ സമയത്തൊക്കെ അവരെ ഇങ്ങനെ നമ്മൾ കൂടെ ഇരുത്തിയിട്ട് ഇതേപോലെയൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നല്ല എൻഗേജ്മെൻ്റ് ആയിരിക്കും, അവർക്ക് നല്ല ക്രിയേറ്റിവിറ്റി അവർക്ക് അത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. പിന്നെ അറ്റ് ദി എൻഡ് നമുക്ക് നല്ലൊരു രസമായിട്ടുള്ളൊരു സംഗതി കാണുമ്പോൾ, നമ്മൾ ഉണ്ടാക്കിയൊരു ഓർഗനൈസ്ഡ് കാണുമ്പോൾ നമുക്ക് തന്നെ നല്ല സന്തോഷം തോന്നും. കുട്ടികൾക്കപ്പോൾ കൂടുതൽ സന്തോഷമായിരിക്കും, അവർ തന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സന്തോഷം ഒന്ന് വേറെ തന്നെയല്ലേ. അപ്പോൾ ഞാൻ ഇതേപോലെ കംപ്ലീറ്റ്ലി സൈഡിലും ബാക്കിലൊക്കെ ഇങ്ങനെ മാഗസീൻ വെച്ച് ഒട്ടിച്ചു. എന്നിട്ട് എക്സ്ട്രാ വന്നിരിക്കുന്നത് സൈഡിൽ ഇതേപോലെ വെട്ടി കൊടുത്തിട്ട് ഞാൻ നീറ്റാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കാണാനായിട്ട്. ഒരു ഡിഫറെൻറ്റ് ലുക്ക് ഉണ്ട്. സാധാരണ പ്രസൻറ്റേഷൻ പേപ്പർ വെച്ച് കവർ ചെയ്യണേക്കാളും ഭംഗിയുണ്ട്. ഡെഫിനറ്റ്ലി ബുദ്ധിമുട്ട് കൂടുതലാണ്, എങ്കിൽ പോലും നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇപ്പോൾ നമുക്ക് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിൽ ഓർഗനൈസ് ചെയ്ത് വെക്കാം. പെൻസിൽ, കളർ പെൻസിൽ, അങ്ങനത്തെ സംഗതികളൊക്കെ ഓർഗനൈസ് ചെയ്യാൻ വെക്കാം. ഇനി അതെല്ലാം നമ്മൾ ടീപ്പോയുടെ സൈഡിൽ വെക്കാം. ടീപ്പോയുടെ സൈഡിൽ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ന്യൂസ് പേപ്പർ വെക്കാൻ ഉപയോഗിക്കാം. പിന്നെ ഇതുണ്ടല്ലോ, ഇതിൻ്റെ എഡ്ജ് ഒന്ന് നീറ്റാക്കാൻ വേണ്ടിയിട്ട് ഞാനിതൊരു ഒരു സ്റ്റിക്കി, എൻ്റെ പേര് ഒരു സ്റ്റിക്കി പേപ്പറാണിത്, അത് വെച്ചിട്ട് ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. എഗെയിൻ നിർബന്ധമില്ല, നമുക്ക് സാധാരണ പേപ്പറിൽ പശ വെച്ച് കൊടുത്തിട്ട് വെച്ചാലും മതി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ന്യൂസ് പേപ്പർ ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട്, മാഗസീൻസ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. സോ നമുക്ക് നമ്മുടെ ഇഷ്ടപ്രകാരം എന്ത് ഓർഗനൈസ് ചെയ്യാൻ വേണമെങ്കിലും വെക്കാം. കുട്ടികളുടെ സ്റ്റഡി ടേബിളിൽ വെക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഇതേപോലെ എല്ലാ പെൻസിൽസും അവരുടെ ക്രാഫ്റ്റ് ഐറ്റംസും ഒക്കെ വെക്കാൻ വളരെ ഹെൽപ്ഫുള്ളാണ്. ഞാനിവിടെ എൻ്റെ കളർ പെൻസിലും പിന്നെ സാറ്റിൻ റിബൺ അങ്ങനെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതിങ്ങനെ ഒതുങ്ങിയിരിക്കും. ഇത് കുറേ കാലം നിൽക്കും. ഞാനിത് 2 വർഷം മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ളത്, അത് അങ്ങനെ ഇപ്പോഴും ഒരു പ്രശ്നമില്ല, അതേപോലെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് എനിക്ക് പിക്ചർ അയച്ചു തരാം, ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഷെയർ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കണം. അങ്ങനെയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബിൻ്റെ അടുത്തൊരു ചെറിയ ബെല്ലൈക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.